ഹായ്, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, വേരിയൻസ്, MGF, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, മീൻ കണ്ടുപിടിക്കാനായിട്ട് മീൻ എന്ന് പറഞ്ഞാൽ μ1' ആണ്, എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. നമുക്കറിയാം ബൈനോമിയൽ എക്സ് ഫോളോസ് ബൈനോമിയൽ വിത്ത് NP. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് D. ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ കൂടാതെ ആ PDMFലുള്ള ബാക്കി രണ്ട് വാല്യൂസ്. ഇതിന് ഉപയോഗിച്ചാൽ ഇത് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. N വേണം, P വേണം. ഓക്കെ, P എന്ന് നമുക്കറിയാം probability of success. Okay, Q നമുക്കറിയാം probability of failure. Okay, ഇത് ബെർണോളി ട്രയൽ ആയതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഇവന്റ്സേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് റിസൾട്ട്സേ ഉള്ളൂ ഈ എക്സ്പെരിമെന്റിന്. അതുകൊണ്ട് തന്നെ അത് മ്യൂച്വലി എക്സോസ്റ്റീവ് ആയിരിക്കും. അതിന്റെ യൂണിയൻ സാമ്പിൾ സ്പേസ് ആയിരിക്കും. പ്രോബബിലിറ്റിയുടെ സം 1 ആയിരിക്കും. therefore P plus Q equal to 1, Q equal to 1 minus P. ഇത് ഓർത്തിരിക്കണം. ഇതിന് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ അത്യാവശ്യമുള്ള റിസൾട്ട് ആണ്. P plus Q equal to 1 ആണ്, Q equal to 1 minus P ആണ്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബൈനോമിയലിലെ മീനിലേക്ക് പോകാം. ശരി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? സമേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n. നമ്മുടെ റാൻഡം വേരിയബിൾ ബൈനോമിയലാണ്. ബൈനോമിയല് ഫോളോ ചെയ്യുന്നത്, എക്സ് ഫോളോ ചെയ്യുന്നത് BNP ആണ്. എന്ന് പറഞ്ഞാൽ n ടൈംസ് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിൽ എക്സ് സക്സസ്, എത്ര സക്സസ് വന്നു ആ നമ്പറാണ് എക്സ് എന്ന് പറയുന്നത്. ആ നമ്പേഴ്സ് ആ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഇനി ഏത് സന്ദർഭത്തിലും നിങ്ങൾ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്ര ഒരു റാൻഡം എക്സ്പെരിമെന്റ് n ടൈംസ് റിപ്പീറ്റ് ചെയ്തു, അതിൽ സക്സസ് എത്ര സമയം എത്ര പ്രാവശ്യം ഒക്കർ ചെയ്തു അതിന്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണത്തുള്ളൂ. അല്ലാതെ ഇത് ബൈനോമിയൽ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നൊന്നും, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ ആണ് എന്നൊന്നും പറയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഓക്കെ, എക്സിന് എടുക്കാവുന്ന വാല്യൂസ് 0 മുതൽ n വരെയാണ്. ഓക്കെ, ഒരു സക്സസ് പോലും നടക്കാതിരിക്കാം, മാക്സിമം n സക്സസ് ആകാം. അപ്പൊ 0, 1, 2, 3 എക്സെട്ര അപ് ടു n വരെ സംഭവിക്കാം. എക്സ് ഇൻറ്റു P of x അല്ലെങ്കിൽ F of x, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനവിടെ P of x എടുക്കുന്നു, ഈക്വൽ ടു സമേഷൻ എക്സ് ഈക്വൽ ടു 0 to x ഇൻറ്റു n C x P raised to x Q raised to n minus x. ഓക്കെ, സമേഷൻ x equal to 0 to n, x equal to 0 to n, x into n factorial by x factorial into n minus x factorial, p raised to x q raised to n minus x. ഓക്കെ, ഇവിടുത്തെ എക്സും എക്സ് ഫാക്ടോറിയലിലെ എക്സും ഒരു എക്സും കട്ട് ചെയ്ത് പോകും. അപ്പൊ ബാക്കി എന്ത് വരും? സമേഷൻ എക്സ് ഈക്വൽ ടു 0 to n ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ p റൈസ് ടു എക്സ് q റൈസ് ടു n മൈനസ് എക്സ്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കാര്യമുള്ളത്,
എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ വാല്യൂ -1 ഫാക്ടോറിയൽ ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ അത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇത് x-1 ഫാക്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഈ സമ്മ് എക്സിന് എടുക്കാവുന്ന വാല്യൂസ് ഈ സമ്മ് മാറ്റി കൊടുക്കണം. അത് 1 മുതൽ n വരെയാണ്. ബിക്കോസ് എന്താണ്, ഇവിടെ 0 കൊടുത്താൽ -1 ഫാക്ടോറിയൽ പോസിബിൾ അല്ല. ഈ എക്സ് വെട്ടിപ്പോകുന്നതോടുകൂടി ഈ എക്സിന് എടുക്കാവുന്ന വാല്യൂസ് 1 മുതൽ n വരെയായി മാറും. ഓക്കെ, ബാക്കി നോക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ ഇതിൽ നിന്ന് ഈ n ഫാക്ടോറിയൽ നിന്നൊരു n ഉം p റൈസ് ടു x ൽ നിന്നൊരു p യും ഈ സമേഷന്റെ വെളിയിലേക്ക് എടുക്കുകയാണ്. സമേഷൻ ചെയ്യുന്നത് എക്സിനെയാണ്, ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മള് അതിലൊരു n ഉം p യും പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ എന്താ, np ഇൻറ്റു സമേഷൻ n-1 ഫാക്ടോറിയൽ x-1 ഫാക്ടോറിയൽ summation x equal to 1 to n ആണ്. x-1 ഫാക്ടോറിയൽ. ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ്, ഇവിടെ ശ്രദ്ധിക്കുക. n-x ഫാക്ടോറിയലിനെ n-1 മൈനസ് x-1 ഫാക്ടോറിയൽ എന്നെഴുതാം. n-1 മൈനസ് x-1 ചെയ്ത് നോക്കൂ. n-1 മൈനസ് x പ്ലസ് 1 n മൈനസ് എക്സ് തന്നെ. n-x നെ ഞാൻ വേറെ രീതിയിൽ മാറ്റി എഴുതിയിരിക്കുന്നതാണ്. n-1 മൈനസ് x-1. ഓക്കെ, p റൈസ് ടു x-1 q റൈസ് ടു ഈ n മൈനസ് എക്സിനെയും n-1 മൈനസ് x-1 ആണ് എഴുതി. ഓക്കെ, np ഇൻറ്റു summation x equal to 1 to n. ഈ സമേഷനകത്ത് കിടക്കുന്ന എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. n ഫാക്ടോറിയൽ ബൈ എക്സ് ഈ n ഫാക്ടോറിയൽ ബൈ x-1 ഫാക്ടോറിയൽ ഇൻറ്റു n-1 മൈനസ് x-1 ഫാക്ടോറിയൽ. ഇത് ncx ന്റെ ഫോമിലല്ലേ. n ന്റെ സ്ഥാനത്ത് n-1 ഉം എക്സിന്റെ സ്ഥാനത്ത് x-1 ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് എഴുതാം, n-1 c x-1 എന്ന് എഴുതാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, n ന്റെ സ്ഥാനത്ത് n-1 ഉം എക്സിന്റെ സ്ഥാനത്ത് x-1 ഉം. ഓക്കെ, p റൈസ് ടു x-1 q റൈസ് ടു n-1 മൈനസ് x-1 np summation ഇതെന്താണിത്? ഇത് എന്തിന്റെ എങ്കിലും PDF ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? n ന്റെ സ്ഥാനത്ത് n-1 ഉം എക്സിന്റെ സ്ഥാനത്ത് x-1 ഉം വന്നിരിക്കുകയാണ്. ഇത് ബൈനോമിയലിന്റെ PDF ആണ്. ബൈനോമിയലിന്റെ PDFൽ എക്സിന്റെ സ്ഥാനത്ത് x-1 ഉം n ന്റെ സ്ഥാനത്ത് n-1 ഉം വന്നിരിക്കുന്നു. ഇത് ബൈനോമിയലിന്റെ PDF ആണ്. PDF ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ റേഞ്ചിൽ PDFനെ സം ചെയ്താൽ ഈ വാല്യൂ എന്താ വരുന്നത്? PDFന്റെ ഫുൾ റേഞ്ചിൽ. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് PDF ആണ്, ബൈനോമിയലിന്റെ PDF ആണ് വിത്ത് പാരാമീറ്റർ n-1 p. n-1 n ന്റെ സ്ഥാനത്ത് n-1 ഉം എക്സിന്റെ സ്ഥാനത്ത് x-1 ഉം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേണേ n-1 ന് n1 എന്നും പുതിയൊരു n, x-1 ന് y എന്നും കൊടുക്കാം. x-1 ന് y എന്നും കൊടുക്കാം. അപ്പൊ y 0 to n, y 0 to n. x 1 ആകുമ്പോ y ഈക്വൽ ടു x-1 എന്താകും? 1 മൈനസ് 1 0 ആകും. x 1 ആകുമ്പോ y 0 ആകും. അപ്പൊ y 0 to n n1 x-1 നമ്മൾ y എന്ന് കൊടുത്തു. p റൈസ് ടു x-1 p റൈസ് ടു y q റൈസ് ടു n-1 നമ്മൾ n1 എന്ന് കൊടുത്തു.
മൈനസ് എക്സ് മൈനസ് വണ്ണിന് വൈ എന്ന് കൊടുത്തു. ഓക്കെ, കണ്ടോ? ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ അല്ലേ ഇത്? ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ PDF അല്ലേ? ആ PDF-നെ അതിന്റെ ഫുൾ റേഞ്ചിൽ സം ചെയ്താൽ, PDF-ന്റെ പ്രത്യേകത എന്താണ്? PDF-നെ അല്ലെങ്കിൽ PMF-നെ അതിന്റെ ഫുൾ റേഞ്ചിൽ സം ചെയ്താൽ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി ആണ് വരുന്നത്. ടോട്ടൽ പ്രോബിലിറ്റി എത്രയാ? 1 ആണ്. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ഇതെന്താ? നമുക്ക് 1 ആ കിട്ടുന്നത്. ഓക്കെ, NP into 1 NP. അപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ x where x follows binomial with NP. എന്താണ് എക്സ്പെക്ടേഷൻ? എന്താ? NP. If x follows binomial with n1 q1 ആണെങ്കിൽ സേ ഏതൊക്കെയാണ് പാരാമീറ്റർ ആകാലോ, എക്സ്പെക്ടേഷൻ ഓഫ് ദീസ് x എന്തായിരിക്കും? n1 q1. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര എക്സ്പെരിമെന്റ് നടത്തി, എത്ര ടൈംസ് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു, അത് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സക്സസ്. പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. ചെറിയൊരു എക്സാമ്പിൾ എടുത്ത്, പ്രാക്ടിക്കൽ എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം ഇത് ശരിയായിട്ട് വരുന്നുണ്ടോ എന്ന്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റുമായിട്ട് ഇത് ശരിയായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഡൈ റോൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എടുക്കുക. ഡൈ റോൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എടുത്താൽ ഡൈ റോൾ ചെയ്യുന്ന എക്സ്പെരിമെന്റില് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാൻ വിചാരിക്കുകയാണ് എന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് 5. ഇതാണ് എന്റെ സക്സസ്. അപ്പൊ ഇനി എന്റെ റാൻഡം വേരിയബിളിന് എത്ര സക്സസ് ഉണ്ട്? എത്ര സക്സസ് വരെ ആകാം? ഒരു 10 പ്രാവശ്യം ഞാൻ ഈ ഡൈ റോൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ റാൻഡം വേരിയബിളിന് എത്ര സക്സസ് വരെ ആകാം? 10 പ്രാവശ്യം 5 തന്നെ റോൾ ചെയ്യുമ്പോൾ കിട്ടാം. അപ്പം 0 മുതൽ 1 2 എക്സെട്ര അപ് ടു 10. ഇതാണ് റാൻഡം വേരിയബിൾ എടുക്കാവുന്ന വാല്യൂസ്. നമ്പർ ഓഫ് ട്രയൽസ് റിപ്പീറ്റ് ചെയ്യുന്നത് 10 പ്രാവശ്യം. പ്രോബിലിറ്റി ഓഫ് സക്സസ് 1/6. ഓക്കെ, നമുക്കൊരു 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 12 പ്രാവശ്യം ഒരു നമ്പർ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x എന്താ? NP 12 into 1/6 2 എന്ന് പറഞ്ഞാൽ 12 തവണ ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ സക്സസ് സംഭവിക്കാനുള്ള സാധ്യത, അതിന്റെ ആവറേജ് വാല്യൂ, സക്സസിന്റെ ആവറേജ് വാല്യൂ എത്രയായിരിക്കും? 2. ശരിയല്ലേ? നമ്മള് 12 തവണ ഒരു ഡൈ റോൾ ചെയ്യാൻ 2 തവണ 5 വരെ. കാര്യം എന്ന് വെച്ചാൽ 6 നമ്പേഴ്സ് ഉണ്ട്. 6 നമ്പേഴ്സും 2 തവണ വന്നാൽ 12 തവണയായി. അപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് x എത്രയാ? 2. ഇത് പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേരിയൻസിലേക്ക് പോവാം. വേരിയൻസ് mu2 equal to mu2 dash minus mu1 dash whole square. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് mu2 dash കണ്ടുപിടിക്കണം. mu2 dash എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് x square. കണ്ടുപിടിക്കാം. summation x equal to 0 to n x square into p of x. Summation x equal to 0 to n x square into ncx p raised to x q raised to n minus x.
summation x equal to 0 to n x square ncx നമുക്ക് എക്സ്പാൻഡ് ചെയ്തെഴുതാം. എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ, എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n minus x factorial p raised to x q raised to n minus x. ഇവിടെ ഒരു x ഉണ്ട്, ഇവിടുത്തെ ഒരു x ഉണ്ട്, കട്ട് ചെയ്ത് പോകും. x equal to 0 to n x into n factorial by x minus 1 factorial into n minus x factorial p raised to x q raised to n minus x. ഈ സമ്മിന്റെ പ്രത്യേകത ഇതൊരു വാല്യൂയിലേക്കും കൺവെർജ് ചെയ്യത്തില്ല, ഈ സമ്മ് നമുക്ക് കിട്ടത്തില്ല. ഈ സമ്മിന്റെ പ്രത്യേകത ഏതാണ്? ഈ സമ്മ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങൾ മറന്നുപോകും, ഷുവറാണ്. ഈ ബൈനോമിയലിലും പോസോണിലും ഒക്കെ വരുന്ന പ്രത്യേകതയാണ് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കും. നമ്മള് എക്സ് സ്ക്വയറിനെ മാറ്റി എഴുതുകയാണ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ്. മൈനസ് എക്സും പ്ലസ് എക്സും പോകുമ്പോൾ എക്സ് സ്ക്വയർ വരും. മൈനസ് എക്സ് പ്ലസ് എക്സും ക്യാൻസൽ ആയി പോകുമ്പോൾ എക്സ് സ്ക്വയർ വരും. ഓക്കെ, എക്സ് സ്ക്വയറിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇനി നമുക്ക് ആദ്യമായിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 കണ്ടുപിടിക്കാം. Expectation of x into x minus 1. Summation x equal to 0 to n x into x minus 1 into p raised to p of x. Okay. Summation x equal to 0 to n x into x minus 1 p of x and the ncx p raised to x q raised to n minus x. q raised to n minus x. നമുക്ക് നോക്കാം എന്താ വരുന്നത്. ഓക്കെ, ബാക്കി that implies summation x into x 0 to n x into x minus 1 by n factorial by x factorial n minus x factorial into p raised to x q raised to n minus x. p raised to x q raised to n minus x. That implies summation x equal to 0 to n x into x minus 1 n factorial by x factorial ne x into x minus 1 into x minus 2 factorial എന്നത്. x into x minus 1 into x minus 2 factorial എന്നത്. n minus x factorial p raised to x q raised to n minus x. Okay, summation x into x minus പോയി n factorial by x minus 2 factorial
ഇൻറ്റു ഇപ്പൊ തന്നെ ഞാൻ മാറ്റി എഴുതുവാണ് n മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ, p റൈസ് ടു x q റൈസ് ടു n മൈനസ് x n മൈനസ് 2 മൈനസ് x മൈനസ് 2 n മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 ചെയ്ത് നോക്ക്. നേരത്തെ n മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 ചെയ്ത പോലെ തന്നെയാണ്. n മൈനസ് 2 മൈനസ് എക്സ് പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ആയിപ്പോയി n മൈനസ് എക്സ്. ഓക്കെ, n മൈനസ് എക്സ്. അപ്പൊ n മൈനസ് എക്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് എഴുതി n മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചില്ല, ഈ സ്റ്റെപ്പ് മറന്നു പോകും. ഈ സ്റ്റെപ്പ് മറന്നുപോയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് n ഇൻറ്റു n മൈനസ് 1 ഒരു പി സ്ക്വയറും പുറത്തേക്ക് എടുക്കുകയാണ്. n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ സമ്മേഷൻ. ദാറ്റ് ഇംപ്ലൈസ് x ഈക്വൽ ടു 0 ടു n. 0 ടു n അല്ല, 2 ടു n ആണ്. ഇവിടെ 0 കൊടുത്താലും മൈനസ് ഫാക്ടോറിയൽ വരും, 1 കൊടുത്താലും മൈനസ് ഫാക്ടോറിയൽ വരും. 2 മുതൽ കൊടുത്താലാണ് ഇവിടെ 0 വരുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നത് 2 മുതൽ n വരെയാണ്. ഓക്കെ, 2 ടു n n ഫാക്ടോറിയൽ n മൈനസ് 2 ഫാക്ടോറിയൽ. നമ്മൾ ഇവിടെ n ഫാക്ടോറിയൽ നിന്ന് n ഇൻറ്റു n മൈനസ് 1 പുറത്തേക്ക് എടുത്തു. n ഇൻറ്റു n മൈനസ് 1 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ ഉള്ളത് n മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് ഫാക്ടോറിയലിൽ നമ്മൾ എഴുതുന്ന പോലെ n ഫാക്ടോറിയൽ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോ ഈ n ഇൻറ്റു n മൈനസ് 1 പോകുമ്പോൾ n മൈനസ് 2 ഫാക്ടോറിയൽ നമ്മുടെ മിച്ചമുണ്ട്. ഓക്കെ, അപ്പോ ബാക്കി ചെയ്യാം. n മൈനസ് 2 ഫാക്ടോറിയൽ x മൈനസ് 2 ഫാക്ടോറിയൽ n മൈനസ് 2 മൈനസ് x മൈനസ് 2 ഫാക്ടോറിയൽ p റൈസ് ടു x മൈനസ് 2 q റൈസ് ടു n മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2. ഇനി നമ്മള് നേരത്തെ കൊടുത്ത പോലെ എക്സ് മൈനസ് 2ന് y എന്ന് കൊടുക്കുക, n മൈനസ് 2ന് n1 എന്ന് കൊടുക്കുക. എക്സ് മൈനസ് 2 y ആകുമ്പോ എക്സ് 2 ആകുമ്പോ y എന്താവും? എക്സ് മൈനസ് 2 ആണ്, 0 ആണ്. അപ്പോ ഇതിന്റെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെയാവും? ഇതിന്റെ വേരിയേഷൻ എക്സ് 0 മുതൽ n വരെ. ഓക്കെ, 0 മുതൽ y ഈക്വൽ ടു n മൈനസ് 2. എനിവേ n മൈനസ് 2 എന്ന് പറഞ്ഞാൽ n1 ആണ്. n മൈനസ് 2 എന്ന് പറഞ്ഞാൽ n1 ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. y വേരി ചെയ്യുന്നത് ശ്രദ്ധിക്കണം, നമുക്ക് തെറ്റിപ്പോരുത്. x 0 മുതൽ n1 വരെയാണ്, n മൈനസ് 2 വരെയാണ്. എക്സിന്റെ വാല്യൂ n ആകുമ്പോൾ വൈയുടെ വാല്യൂ n മൈനസ് 2 ആണ്. നമ്മൾ y ഈക്വൽ ടു x മൈനസ് 2 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു n മൈനസ് 2 ആകും. n മൈനസ് 2 എന്ന് പറഞ്ഞാൽ n1 ആണ്. അപ്പോൾ 0 മുതൽ n1 വരെ n മൈനസ് 2 എന്ന് പറഞ്ഞാൽ n1 ഫാക്ടോറിയൽ ബൈ y ഫാക്ടോറിയൽ ഇൻറ്റു n1 മൈനസ് y ഫാക്ടോറിയൽ p റൈസ് ടു y q റൈസ് ടു n1 മൈനസ് y. ഓക്കെ, that implies n into n minus 1 p square summation y is equal to 0 to n1. This is n1 cy p raised to y q raised to n1 minus y. That is equal to, this is a binomial random variable PDF നെ സം ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ റേഞ്ച് ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ PDF നെ സം ചെയ്തിരിക്കുന്നതാണ്. y ആണ് റാൻഡം വേരിയബിൾ, n1 ആണ് പാരാമീറ്റർ 1, p അടുത്ത പാരാമീറ്റർ. അപ്പൊ ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ PDF നെ സം ചെയ്തിരിക്കുകയാണ്. അത് 1 ആയിരിക്കും. n into n minus 1 into p square into 1. അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. n into n minus 1 into p square എന്നാണ് വരുന്നത്. എന്ത്? അതാണ് ഇമ്പോർട്ടന്റ്, നമ്മൾ മറന്നു പോയത്. n into n minus 1 p square നമുക്ക് കിട്ടിയത്
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വണ്ണിനെയാണ് നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ എന്ന് ലഭിച്ചത്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ എന്ന് ലഭിച്ചത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം എൻ പി ആണ്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ പ്ലസ് എൻ പി. ഓക്കെ, എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി. അപ്പോ എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് എൻ പി സ്ക്വയർ. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ഇൻറ്റു വൺ മൈനസ് പി. ഇവിടെ രണ്ട് ടേമിൽ നിന്ന് എൻ പി പുറത്തേക്ക് എടുത്തു. എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ. എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ. വൺ മൈനസ് പി നമുക്കറിയാം ക്യൂ ആണ്. എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ. ഓക്കെ, ഇനി വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസിലേക്ക് പോവാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ µ2 ആണ്. µ2 ഡാഷ് മൈനസ് µ1 ഡാഷ് ഹോൾ സ്ക്വയർ. µ1 ഡാഷ് നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് എൻ പി. µ2 ഡാഷ് നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ. ഓക്കെ, ഇനി നമുക്ക് µ2 കണ്ടുപിടിക്കാം. µ2 ഈക്വൽ ടു µ2 ഡാഷ് ഇതാണ് എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ മൈനസ് µ1 ഡാഷ് ഹോൾ സ്ക്വയർ. µ1 ഡാഷ് എന്താണ് എൻ പി ആണ്. എൻ പി ഹോൾ സ്ക്വയർ. എൻ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയർ ഹോൾ സ്ക്വയർ കൊടുക്കുന്നു. ക്യാൻസൽ ആയി പോയി എൻ പി ക്യൂ. അപ്പൊ µ2 എൻ പി ക്യൂ വേരിയൻസ്. അപ്പൊ ബൈനോമിയൽ എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ ബൈനോമിയൽ വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. µ1 ഡാഷ് എത്രയാണ് എൻ പി. µ2 എത്രയാണ് എൻ പി ക്യൂ. ഞാൻ നിങ്ങളോട് ചെറുതായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. എപ്പോഴും ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ ചോദിക്കുകയാണ്. ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളിന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾവേസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എക്സ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾവേസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എപ്പോഴും വേരിയൻസിനേക്കാൾ കുറവായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക ശരിയാണോ ഇല്ലയെന്ന്. ഇതാണ് നിങ്ങളുടെ എക്സ്പ്രഷൻസ്. പിയുടെയും ക്യൂവിന്റെയും വാല്യൂസിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പൊ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് MGF-ലേക്ക് പോകാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത് എഴുതിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി µ3 ഡാഷ് കണ്ടുപിടിക്കുക, µ4 ഡാഷ് കണ്ടുപിടിക്കുക, µ3 കണ്ടുപിടിക്കുക, µ2 കണ്ടുപിടിക്കുക, β1 കണ്ടുപിടിക്കുക, β2 കണ്ടുപിടിക്കുക, γ1 കണ്ടുപിടിക്കുക, γ2 കണ്ടുപിടിക്കുക. ഇത്രയും നിങ്ങളുടെ ഇത് പഠിച്ചു കഴിയുമ്പോഴുള്ള നിങ്ങളുടെ എക്സർസൈസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മാത്രമാണ് നിങ്ങൾ പ്രശ്നം ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ച് ടെഡിയസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നീണ്ടുപോകും, ക്ലാസ് ഇപ്പോഴൊന്നും നിൽക്കത്തില്ല. മാത്രമല്ല, ഞാൻ മുൻപുള്ള വർഷത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് അവരുടെ ഹോംവർക്കായാണ് കൊടുത്തിരുന്നത്. അവർ തന്നെ ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത്. ഞാൻ ഇത്രയും മാത്രമേ ചെയ്തു കൊടുത്തുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഓക്കെ, µ3 ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച സെയിം പ്രശ്നം അവിടെ വരും. അതായത് ന്യൂമറേറ്ററിൽ ഒരു എക്സിന്റെ പ്രസൻസ് അവിടെ ഉള്ളതുകൊണ്ട് ചെയ്ത് നോക്കും മനസ്സിലാവും. നേരത്തെ ഞാൻ ചെയ്തപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചപ്പോ ആ സമ്മിൽ ന്യൂമറേറ്ററിൽ ഒരു എക്സിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ആ സമ്മ് കിട്ടത്തില്ല, അത് കൺവേർജ് ചെയ്യത്തില്ല. സെയിം ടൈം ഇവിടെയും എക്സ് സ്ക്വയറിന്റെ പ്രസൻസ് ഉണ്ടാവും ന്യൂമറേറ്ററിൽ, അപ്പൊ ഇതുകൊണ്ട് കൺവേർജ് ചെയ്യത്തില്ല. ഇതിനെ നമ്മൾ മാറ്റി എഴുതണം. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു പ്ലസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എക്സ് മൈനസ് ടു വീണ്ടും ഗുണിക്കുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ പ്ലസ് 2x ഇങ്ങനെ വരുന്നത്. എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x. അപ്പോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x ചെയ്യുമ്പോഴാണ് എക്സ് ക്യൂബ് കിട്ടുന്നത്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x ചെയ്യുമ്പോഴാണ് എക്സ് ക്യൂബ് കിട്ടുന്നത്. സെയിം ഇതുപോലെ തന്നെ എക്സ് റൈസ് ടു 4ഉം നിങ്ങൾ മാറ്റുക. ആദ്യം ഇത് ഇങ്ങനെ എഴുതുക, ഇത് ഗുണിച്ച് കണ്ടുപിടിച്ചിട്ട് എക്സ് ക്യൂബിൽ നിന്ന് എക്സ് റൈസ് ടു 4ൽ നിന്ന് ഈ ഗുണിച്ച് കണ്ടുപിടിക്കുന്നത് കുറച്ചാൽ ഇവിടെ എഴുതേണ്ട ടൈം കിട്ടും. ഇവിടെ ഞാൻ അതാണ് ചെയ്തിരിക്കുന്നത്. എക്സ് ക്യൂബ് മാറ്റി എഴുതാൻ വേണ്ടി എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ആദ്യം എഴുതി. ഇതാദ്യം ഞാൻ ഗുണിച്ച് കണ്ടുപിടിച്ചു. എക്സ് ക്യൂബിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 3x സ്ക്വയർ മൈനസ് 2x ആണ്. കണ്ടോ, ഇത് കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 3x സ്ക്വയർ മൈനസ് 2x ആണ്. എക്സ് ക്യൂബും പോകും. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് റൈസ് ടു 4ന്റെ ഇത് കണ്ടുപിടിക്കുക. അങ്ങനെ μ4 ഡാഷ് μ3 ഡാഷ് കണ്ടുപിടിക്കുക. അതിനുശേഷം μ3 μ4 കണ്ടുപിടിക്കുക. അതിനുശേഷം β1 β2 γ1 γ2. ഇച്ചിരി ക്ഷമയോടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ബൈനോമിയൽ വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ഇതുപോലെ വേരിയൻസും β1 β2 ഒക്കെ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് MGF-ലേക്ക് പോകാം. MGF മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓക്കെ, എന്താണ് MXT യുടെ ഡെഫിനിഷൻ? എക്സ്പെക്ടേഷൻ ഓഫ് e raised to tx. That means summation x equal to 0 to n e raised to tx into p of x. That means x equal to 0 to n e raised to tx p of x എന്താണ്? ncx p raised to x q raised to n minus x. Summation x equal to 0 to n ncx, ഇവിടെ പവർ x ഉണ്ട്, ഇവിടെയും പവർ x ഉണ്ട്. p e raised to t ഒരുമിച്ച് എഴുതി x q raised to n minus x. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. p e raised to t ഞാൻ p1 എന്ന് കൊടുത്തു, equal to p e raised to t. അപ്പൊ എന്തായി? x equal to 0 to n ncx p1 raised to x q raised to n minus x. That again is this is binomial with n p1. p യുടെ സ്ഥാനത്ത് p1 ആണ്, ബൈനോമിയലിന്റെ മീഡിയം ആണ്. ഇതിനെ ഫുൾ ലൈനിൽ സം ചെയ്താൽ നമുക്ക് എന്താ കിട്ടണ്ടേ? 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ, സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബൈനോമിയൽ അല്ല,
ഓക്കെ, സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക. p e raised to t all raised to x q raised to n minus x എന്ന് തന്നെ q raised to n minus x എന്ന് തന്നെ എഴുതുക. p നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കണ്ട, കൺഫ്യൂഷൻ വന്നതാണ്, സോറി. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതുക. ഇത് ഈ സംഭവം എന്താണിത്? ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, +1 പഠിക്കുന്നതാണ്. x + y all raised to n എന്താണ്? NCR x raised to n y raised to n minus r. ഓക്കെ, ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. സമ്മേഷൻ r is equal to 0 to n. ഓക്കെ, ഇവിടെ സെയിം സംഭവം. r ന്റെ സ്ഥാനത്ത് x, NCx p e raised to t x. p e raised to t ആണ് x ന്റെ സ്ഥാനത്ത്, y ന്റെ സ്ഥാനത്ത് q. അപ്പൊ ഇത് എന്താണ്? p e raised to t all raised to q, sorry, plus q all raised to n. p e raised to t plus q all raised to n. ഇതാണ് നമ്മുടെ mxt. ഇതെന്താണ്? ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ x + y all raised to n എന്താണ്? സമ്മേഷൻ r is equal to n NCR x raised to n y raised to n minus r. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇവിടെ mxt, ഇവിടെ നമുക്ക് നോക്കാം. x ന്റെ സ്ഥാനത്ത് p e raised to t യും y ന്റെ സ്ഥാനത്ത് q ആണ്. അപ്പൊ x + y all raised to n, p e raised to t plus q all raised to n. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ബൈനോമിയൽ എക്സ്പാൻഷന്റെ ജനറൽ ഫോം ആണ്. ഇത് +1 പഠിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൂടെ നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൂടി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൂടി നോക്കാം. ഓക്കെ, 5xt characteristic function 5xt expectation of e raised to I tx. Okay, summation x equal to 0 to n e raised to I tx into p of x. Okay, summation x equal to 0 to n e raised to I tx into p of x എന്താണ്? NCx p raised to x q raised to n minus x. Okay, summation x equal to 0 to n NCx e raised to I t into p all raised to x q raised to n minus x. This is again the expansion of e raised to I t p plus q all raised to n. Binomial expansion of this term. This binomial expansion ആണിത്. e raised to I t p plus q all raised to n. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ mxt യും 5xt യും തമ്മിൽ. പക്ഷെ എല്ലാ സമയത്തും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. 5xt യും mxt യും തമ്മിൽ ആയിരിക്കുന്ന വ്യത്യാസം മാത്രം വരണമെന്നില്ല. ഇതിന്റെ കേസിൽ ഇങ്ങനെ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും വരെയാണ്. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കുക, ചെയ്തു നോക്കുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയം വരാൻ സാധ്യതയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ക്ലാസ് റൂമിൽ എടുത്താൽ പോലും സ്റ്റുഡൻസിന് സംശയം ഉണ്ടാകാനുള്ള പോർഷനാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സംശയം ഉണ്ടെങ്കിൽ കാണുക, പിന്നെ ചോദിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൂഫിന്റെ അല്ലെങ്കിൽ ഈ ഡെറിവേഷന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താലുള്ള ഗുണം ഈ സെയിം റിപ്പറ്റേഷൻ ആണ്, ഈ സെയിം കാര്യങ്ങളാണ് പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷനിലും വരുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ക്രീറ്റിന്റെ കേസിൽ. ക്വസ്റ്റ്യൻസ് കൂടുതൽ കോറായിട്ട് വരുന്നതാണ് ബൈനോമിയലും പോസ്റ്റോണും. ഹൈപ്പർ ജോമെട്രിക്ക് ചോദിക്കാറുണ്ട് എങ്കിലും ഇത് കോറായിട്ട് ചോദിക്കുന്ന ഇതാണ്. ഇത് നിങ്ങൾ ശരിക്കും എല്ലാ ദിവസവും ഓരോ വീഡിയോ ഞാൻ ഇടും.
അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് തീരത്തുള്ള കാര്യം. വാസ്റ്റ് സബ്ജക്റ്റ് ആണ്, വാസ്റ്റ് സിലബസ് ആണ് ഈ സെമ്മില്, ഒരുപാടുണ്ട്. അപ്പോ പഠിക്കുക.